എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ. അങ്ങനെ രേവതി സച്ചിനെ കൂട്ടി പൂജാമുറിയിലേക്ക് ചെന്ന് വിളക്കൊക്കെ വെക്കണേ. പ്രാർത്ഥിച്ചിട്ട് പിന്നെ ഓട്ടം പോയാൽ മതി എന്ന് പറഞ്ഞോണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി കണ്ണൊക്കെ അടച്ച് കണ്ണടച്ച് തുറന്നിട്ട് രേവതിനെ നോക്കുന്നുണ്ട്. ഇവളെന്തിനാ ഇത്രമാത്രം പ്രാർത്ഥിക്കുന്ന രീതിയിൽ. പിന്നെ രേവതി കണ്ണുറന്നും പറഞ്ഞു, പ്രാർത്ഥന കഴിഞ്ഞില്ലേ, അന്നാ ഞാൻ അങ്ങോട്ട് പോട്ടേന്ന് ചോദിക്കണേ. അത് പറ്റില്ല, അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് എന്ത് ചെയ്യാണ്, അവിടെ ഇരിക്കുന്ന ചന്ദനത്തിൽ കൂടെ ഇച്ചിരി അടുത്ത് സച്ചിയുടെ നെറ്റിയിലൊക്കെ തൊട്ട് കൊടുക്കുകയാണ്. ഈ സമയത്താണ് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നത്. രാവിലെ നടക്കാൻ പോകാൻ എഴുന്നേറ്റാണ്. രവീന്ദ്രൻ ഈ കാഴ്ചയൊക്കെ കണ്ടു. രവീന്ദ്രന്റെ അത്ഭുതമാണ് തോന്നിയത്. സച്ചിയിലുണ്ടായ ആ മാറ്റം. രേവതിയുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കണം, പൂജാമുറി പ്രാർത്ഥിക്കുന്നത്, അതൊന്നും പതിവില്ലാത്ത കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ പതിവില്ലാത്ത പലതുമാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നീട് സച്ചി പോകാൻ തുടങ്ങുമ്പോൾ രേവതി പോലെ എന്താ ചായ കുടിച്ചിട്ട് പോകാൻ തുടങ്ങി. ചായവേ അതിനുള്ള സമയമൊന്നുമില്ല, സമയമൊക്കെ ഉണ്ട്, ചായ കുടിച്ചിട്ട് പോയാൽ മതി, ഒരു 5 മിനിറ്റ് ഇപ്പം ഞാൻ ആക്കി തരാമെന്ന് പറയണം. അങ്ങനെ സച്ചി ഓർത്തു ഇവിടെ പോയി ചായ ഇട്ട് ആ സമയത്ത് ഇവിടുന്ന് പതുക്കെ സ്കൂട്ടാവാന്ന് ഓർത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ രേവതി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു, അതേ ഞാൻ പോയിട്ട് ഇപ്പം തന്നെ ചായ ഉണ്ടാക്കിക്കൊണ്ട് വരും, ആ സമയത്ത് ഇവിടുന്ന് മുങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ ചായയും കൊണ്ട് അങ്ങ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുമെന്ന് പറയണം. എന്താ നീ ഇനി അവിടെ ചായക്കട തുടങ്ങാൻ പോകുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതൊന്നും അല്ല, മര്യാദയ്ക്ക് ഇവിടെ നിന്നോളാൻ പറഞ്ഞിട്ട് രേവതി അങ്ങോട്ട് പോവാണ്. ഇവർക്ക് എങ്ങനെ മനസ്സിലായി താൻ മുങ്ങുന്നുള്ള കാര്യം? ശരിയാ, ഈ അച്ഛൻ പറയുന്നത്, ഈ പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്ന ഓർത്ത് അങ്ങനെ നിൽക്കുകയാണ്. രവീന്ദ്രൻ ഇതെല്ലാം കണ്ട് പതുക്കെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ഇച്ചിരി സമയം കഴിഞ്ഞ് രേവതിനെ കാണാൻ നമുക്ക് സച്ചി അടുക്കളയിലേക്ക് വീഴണം. അയ്യോ നീ ഇതെന്തെടുക്കുവാ, ഇതുവരെയായിട്ടും വെച്ചില്ലേ? അല്ലെങ്കിൽ ചായ വെക്കണമെങ്കിൽ ഈ പാത്രം ഞാൻ കഴുകി വെക്കണ്ടേന്ന് ചോദിക്കുകയാണ്. എടുക്കട്ടെ എന്ന് ചോദിക്കും. ഓഹോ ഇനിയിപ്പോൾ ഇതൊക്കെ ആക്കി വരുമ്പോൾ ഒരു സമയം എടുത്ത് ഇങ്ങോട്ട് മാറിക്കേ, ഞാൻ ആക്കാന്ന് പറഞ്ഞോണ്ട് ചായക്ക് സച്ചി വെള്ളം വെക്കുവാണ്. പെട്ടെന്ന് ചായക്ക് വെള്ളം വെച്ചിട്ട് പറഞ്ഞു, എന്നാ ഞാൻ ഇപ്പൊ എടുത്തു തരാന്ന് പറഞ്ഞിട്ട് സച്ചി എന്ത് ചെയ്യുകയാണ്, അവിടെ പോയി ചായപ്പൊടി നോക്കുവാണ്. പെട്ടെന്ന് ചായപ്പൊടിയാന്ന് പറഞ്ഞ് എടുത്തിടാന്ന് പറഞ്ഞ് കാപ്പിപ്പൊടി. രേവതി അയ്യോ ഇത് കാപ്പിപ്പൊടി ചായപ്പൊടി അല്ല ഓ എന്ന് പറഞ്ഞോണ്ട് സച്ചി അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. രേവതി അങ്ങോട്ട് മാറി നിൽക്കുക, ഞാനിപ്പോൾ ആക്കി തരാന്ന് പറയാണ്. ഈ വെപ്രാളം സച്ചിയുടെ ഇന്നിപ്പം ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് രവീന്ദ്രൻ നിൽക്കുന്നുണ്ട്. രവീന്ദ്രന്റെ കള്ളച്ചിരിയൊക്കെ ചിരിച്ച് മാറി നിൽക്കുകയാണ്. പിന്നീട് സച്ചിക്ക് ചായ എടുത്തു കൊടുത്തു. അപ്പൊ സച്ചി ഇത് ഭയങ്കര ചൂടാ, കുടിക്കാൻ പറ്റുന്നില്ലെന്ന് പറയണം. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് ഐസ് ഇട്ട് തട്ടേന്ന് ചോദിക്കണം. പിന്നെ അവളുടെ ഒരു കോമഡി. അങ്ങനെ ചായ കുടിച്ചിട്ട് സച്ചി അങ്ങോട്ട് ഇറങ്ങി പറഞ്ഞു, അതെന്നാ ഞാൻ പോട്ടേന്ന് പറയണം. എങ്ങനെ പറയില്ല, പോയിട്ട് വരാന്ന് പറ. ശരിയെന്നും പറഞ്ഞ് ഇറങ്ങിയിട്ട് കാറിലേക്ക് കയറിയപ്പോൾ രേവതിയെ പുറകെ അങ്ങോട്ട് ചെല്ലുവേണം. രേവതി പോയിട്ട് വരാന്ന് പറഞ്ഞ് ടാറ്റയെ കൊടുത്തിട്ടാ പോകുന്നത്. അങ്ങനെ രേവതി പിന്നീട് അങ്ങ് വീട്ടിലേക്ക് തിരിഞ്ഞു വരുമ്പോഴാണ് രവീന്ദ്രൻ നോക്കി നിൽക്കുന്നുണ്ട്. എനിക്ക് സന്തോഷമായി മോളെ, ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിട്ട് ഞാൻ എത്രമാത്രം ആഗ്രഹിച്ചെന്നറിയോ. സർവ്വദേവികളെയും വിളിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു. ഇനി കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ നല്ല രീതി തന്നെ മുന്നോട്ട് പോകുന്നു പറയാ. രേവതി പറഞ്ഞു, ഒത്തിരി മാറ്റമുണ്ട്, പണ്ടത്തെ പോലെ ഒന്നുമല്ല. അച്ഛമ്മയുടെ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് എനിക്കറിയായിരുന്നു അവൻ നല്ലവനാ മോളെ, അവന് മനസ്സിലാവും നിന്നെ, നിങ്ങൾ നല്ലൊരു കുടുംബജീവിതം നയിക്കുമെന്ന് പറയാം. ഇപ്പോഴെനിക്ക് സന്തോഷമായി. അവന്റെ സ്വഭാവം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, അവന്റെ സ്വഭാവം മാറ്റിയെടുക്കാൻ നിന്നെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയാണ്. രേവതിയിലേക്ക് ചിരിയൊക്കെ ചിരിച്ച് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് കാണിക്കുന്ന ശ്രുതി നേരെ തന്നെ മാഡത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പൊ അവിടെ ചെന്ന് കല്യാണം വിളിക്കാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നത്. ഇടയ്ക്ക് അവിടെ പോയി തെറാപ്പി ചെയ്യാനും ബ്യൂട്ടീഷ്യൻ ചെയ്യാനൊക്കെ ചെല്ലുന്നതാണ് അവിടെ. അങ്ങനെ ചെന്ന് ഞാൻ പുള്ളിക്കാരത്തിയോടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ചെന്നിട്ട് മാഡം എന്റെ കല്യാണം എന്ന് പറയണം. ആണോ, കൊള്ളാലോ. അന്ന് കപ്പിൾസ് ആണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിച്ച് ട്രോഫി ആയിട്ട് പോയതല്ലേ എന്ന് ചോദിക്കുകയാണ്. അല്ല അത് പിന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്ക് മനസ്സിലായി അയാളെ തന്നെയാണ് വിവാഹം കഴിക്കണമെന്ന് ചോദിക്കുകയാണ്. അതെ മാഡം അയാളെ തന്നെയാണ്, ഉറപ്പായിട്ടും മാഡം വിവാഹത്തിന് വരണമെന്നാണ്. അന്ന് എനിക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, കാരണം എൻ്റെ മക്കൾ കാനഡയിലുണ്ട്. അപ്പൊ അവിടെ കാണാൻ വേണ്ടി ഞാൻ അവരെ പോകാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തേക്കുമെന്ന് പറയണം. ഒരു കുഴപ്പമില്ല, സാരല്ല, വിഷമിക്കേണ്ട, ഇതിന് ശേഷം പിന്നീട് ഒരിക്കൽ നമുക്ക് മീറ്റ് ചെയ്യാന്ന് പറയാണ്. പിന്നീട് അകത്തേക്ക് നോക്കിയിട്ട് തന്റെ പിയനെ വിളിക്കുകയാണ്. പിയനെ വിളിച്ചുമ്പോൾ അവൻ വന്നു കഴിഞ്ഞിട്ട് അവൻ അങ്ങോട്ട് വരുവാണ്. കയ്യിലൊരു കവറൊക്കെ ഉണ്ട്, ഇന്നാ പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിക്ക് അതങ്ങോട്ട് കൊടുക്കുവാണ്. ഇതെന്താ മാഡം, ഇത് കുറച്ച് പൈസ 25,000 രൂപയുണ്ട്, നിനക്ക് ഇഷ്ടമുള്ള ഗിഫ്റ്റ് നീ വാങ്ങിച്ചോളാനും പറഞ്ഞാൽ കൊടുക്കണേ. രേവതി പറഞ്ഞു, ഇതൊന്നും രേവതിയല്ല സോറി ശ്രുതി പറഞ്ഞു, ഇതൊന്നും വേണ്ടായിരുന്നു പറയാം. അങ്ങനെ പറയില്ല, എൻ്റെ ഒരു ചെറിയ ഗിഫ്റ്റാണ്, വാങ്ങിച്ചോളാൻ പറയണം. അങ്ങനെ വാങ്ങിച്ച് പുള്ളിക്കാരത്തിന് അനുഗ്രഹവും മേടിച്ചോണ്ട് അങ്ങോട്ട് ഇറങ്ങണം. ഈ സമയത്തെല്ലാം പിയെ രൂക്ഷമായിട്ട് നോക്കുന്നുണ്ടായിരുന്നു ശ്രുതിനെ. അങ്ങനെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോഴത്തേനും മീര പറഞ്ഞു, എന്താടി അവൻ നിന്നെ അങ്ങനെ നോക്കുന്ന ആ പിയെ, നീ എന്ന് അവനെ വീട്ടിൽ വെച്ച് പൊളിച്ചടിക്കുന്നുണ്ടാണോ എന്ന് ചോദിക്കണം. അതെ അവന്റെ മുഖം ഒന്ന് കാണണം, ചമ്മി നാണം കെട്ടല്ലേ നിക്കണേന്ന് ചോദിക്കുകയാണ്. അങ്ങനെ മീരയുടെ സ്കൂട്ടിയുടെ പുറകെ രേവതിയില്ല ശ്രുതി കയറുവാണ്. ശ്രുതി കയറി കഴിഞ്ഞപ്പോഴത്തേനും മീര പറഞ്ഞു, അല്ല അവരെന്ത് പറഞ്ഞ് കല്യാണം വിളിച്ചിട്ട് കല്യാണത്തിന് വരുമോ? കല്യാണത്തിന് വരാൻ പറ്റില്ല, പക്ഷെ 25,000 രൂപ എന്ന് പറഞ്ഞ കല്യാണത്തിന് വേണ്ടി. 25,000 രൂപയോ, കൊള്ളാലോ, അത്ര പൈസയൊക്കെ തന്നോന്ന് ചോദിക്കണം. പിന്നെ
ഈ ശ്രുതി ആരാന്നാ നീ വിചാരിച്ചിരിക്കുന്നു പറയണം. കൊള്ളാം, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു പറയണം. പിന്നീട് രേവതി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുവാണ്. സച്ചി രാത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഗജാനന്ദനെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വെറുതെ ഇരിക്കത്തില്ല, പോയി അയാളുമായിട്ട് വഴക്കുണ്ടാക്കും. അതൊരു കാരണവശാലും പാടില്ല. ഗജാനന്ദനാണ് ഇതിന്റെ പിന്നിലെന്ന് അറിയാൻ പാടില്ല. നേരെ രേവതി ശ്രീകാന്തിന്റെ അരിയിലേക്ക് ഇല്ലുവാണ്. എന്താ ഏട്ടത്തി, എനിക്ക് ശ്രീയോടൊരു കാര്യം സംസാരിക്കണ്ടേ? എന്താണെങ്കിലും പറഞ്ഞോ. അല്ല, ഇന്നലെ തന്നെ അദ്ദേഹം ഭയങ്കര ടെൻഷനിലായിരുന്നു സച്ചേട്ടനെ. ഈ കഞ്ചാവ് കാറി കൊണ്ടെന്ന് വെച്ച ആരാണെങ്കിലും അവനെ പിടികൂടി ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു ഒരേ ഇത് തന്നെയായിരുന്നു. അങ്ങനെ ഒരു വിധത്തിലാ ഞാൻ പറഞ്ഞത് സമാധാനിപ്പിച്ചെന്ന് പറയാണ്. അല്ലിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരു കാരണവശാലും അറിയാൻ പാടില്ല, ഗജാനന്ദനാണ് ഇതിന്റെ പിന്നിൽ സച്ചേട്ടൻ അറിയാൻ പാടില്ലെന്ന് പറയണം. ഒരു കാര്യം ചെയ്യും, ദേവുവിനെ വിളിച്ചു പറ, അവളോട് പറയരുന്ന്. ദേവുവിനോടൊക്കെ പറഞ്ഞോളാം ഞാൻ, പക്ഷേ ശ്രീ ഒരു കാര്യം ചെയ്യണം, ശ്രീകാന്ത് ഒരു കാരണവശാലും ഈ കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറയണം. ഞാൻ പറയില്ല ഏട്ടത്തി എന്ന് പറയണം. അതോർത്ത് ഏട്ടത്തി വിഷമിക്കണ്ടെന്ന് പറയാം. അവനോട്ട് എപ്പോഴെങ്കിലും ഒരു പണി കിട്ടാൻ അവസരം കിട്ടും, അപ്പൊ നമുക്ക് കൊടുക്കാന്ന് പറയണം. അങ്ങനെ ശ്രീകാന്ത് ശരിയെന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ദേവത അതെ ഒരു നിമിഷം നിന്നേന്ന് പറയണേ. എന്താ? അല്ല, നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ അന്ന് നമ്മളെ സഹായിച്ച വർഷയാണ്. ആ അതെ അതെ, എനിക്ക് ആ കുട്ടീനെ ഒന്ന് കാണാൻ പറ്റുമെന്ന് ചോദിക്കണം. അവളിപ്പോൾ ഡബി സ്റ്റുഡിയോ കാണും, എന്നാൽ ഞാനും വരട്ടെ എന്ന് ചോദിക്കുകയാണ്. ശരി, അത് ഞാൻ അകത്ത് പോയി ഒരു സാധനം എടുത്തോണ്ട് വരട്ടെ. അല്ല, എന്തെടുക്കാനാ? അവളെ കാണാൻ പോവല്ലേ, നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ? ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് രണ്ടുപേരും കൂടെ സ്റ്റുഡിയോയിലേക്ക് പോവാണ്. ഈ സമയത്ത് വർഷ ഡബ് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. കുറച്ച് കഴിയുമ്പം സൗണ്ട് എഞ്ചിനീയറോട് പറഞ്ഞു, ഞാൻ മടുത്തു, എനിക്ക് തൊണ്ട അപ്പടി എന്തോ പോലെ ആവുന്നുണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴത്തേനുമാണ് അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് പറയുന്നത്, അതെ മാഡത്തിനെ കാണാനായിട്ട് ആ ശ്രീകാന്ത് വന്നിട്ടുണ്ടെന്ന് പറയണം. പെട്ടെന്ന് അങ്ങോട്ട് ചെന്നു നോക്കിയപ്പോൾ ശ്രീകാന്ത് രേവതി ഉണ്ടായിരുന്നു. ആഹാ, രണ്ടുപേരും ഉണ്ടല്ലോ, സർപ്രൈസ് വിസിറ്റ് ആണല്ലോ എന്ന് പറയാണ്. അല്ല, എന്താ പറ്റി രണ്ടുപേരും കൂടെ വന്നേ? അതോ ഏട്ടത്തേക്കാണെങ്കിൽ വർഷനെ കാണണമെന്ന് ഒരേ ഇത് എന്നോടൊന്ന് ചോദിച്ചു കൊണ്ടുവരാമെന്ന് ചോദിച്ചു, അതുകൊണ്ട് ഞാനും കൊണ്ടുവന്നാന്ന് പറയണം. അങ്ങനെ വർഷയുടെ അരിയിലേക്ക് എന്നിട്ട് രേവതി പറഞ്ഞു, ഒരു നന്ദി പറയാൻ വേണ്ടി വന്നാ. അന്ന് പിന്നെ ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം കാണാൻ പറ്റിയില്ല വർഷനെ, അതുകൊണ്ടൊരു നന്ദി വാക്ക് പറയണ്ടേ, അതുകൊണ്ട് വന്ന. ഒരു പക്ഷെ വർഷ ഇല്ലായിരുന്നെങ്കിൽ ഇന്നും എൻ്റെ ഭർത്താവ് ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജയിലിലേക്ക് പോകേണ്ടി വന്നേനെ. അതൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. കൃത്യസമയത്ത് തന്നെ വർഷ വന്ന് രക്ഷിച്ചതെന്ന് പറയാണ്. അതൊന്നും കുഴപ്പമില്ല ചേച്ചി, അതൊന്നും പ്രശ്നമില്ല എന്ന് പറയാണ്. എന്നാലും വർഷം ഉള്ളതുകൊണ്ടല്ലേ, അപ്പോൾ ഒരു നന്ദി ഞാൻ പറയണ്ടേന്ന് ചോദിക്കുകയാണ്. പിന്നീട് വർഷയുടെ കയ്യിലേക്ക് അവിടെ ഇരുന്ന കവർ എടുത്ത് കൊടുക്കുകയാണ്. അല്ല, ഇതെന്താ ചേച്ചി? ഇത് വർഷയ്ക്കാണ് ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നാ. എനിക്കോ? അതെ, ഇത് ചേച്ചി ചിക്കൻ പൊരിച്ച് ഒന്ന് കഴിച്ചു നോക്ക്, ഒരു പക്ഷെ ശ്രീകാന്ത് ഉണ്ടാക്കുന്ന പോലെ ഒന്നും ആയി കാണത്തില്ലെന്നാണ്. അല്ല, ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ് ചേച്ചിയോട് ആരോ പറഞ്ഞു. എന്നോട് ശ്രീകാന്ത് എല്ലാം പറഞ്ഞിട്ടുണ്ടെന്ന് പറയും. ഓഹോ, അപ്പൊ ഞാനൊരു തീറ്റപ്രാന്തിയാന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശ്രീ അല്ലേന്ന് ചോദിക്കുകയാണ്. ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞിരിക്കുമെന്ന് പറയാം. പെട്ടെന്ന് തന്നെ രേവതി പറഞ്ഞു, അങ്ങനെയൊന്നും അവൻ എന്നോട് പറഞ്ഞിട്ടില്ല, വർഷയ്ക്ക് വെറൈറ്റി ഫുഡ്സ് ഒക്കെ ഇഷ്ടമാന്ന് പറഞ്ഞു, എന്നും ഓർഡർ കൊടുക്കുമെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് വന്നപ്പം കൊണ്ടുവന്നേന്ന് പറഞ്ഞു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റ്, കൊള്ളാലോ, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു, ഇതേ ശ്രീ ഉണ്ടാക്കുന്നേക്കാൾ നല്ല ടേസ്റ്റിന് ഉണ്ടാക്കുന്നേക്കെന്ന് പറയാണ്. ശ്രീകാന്ത് പറഞ്ഞു, ആഹാ അങ്ങനെയാണല്ലേ, ഒരു കാര്യം ചെയ്യാം, ഇനി വിളിച്ചിട്ട് ഓർഡർ ചെയ്യട്ടോ, എനിക്ക് അത് വേണം ഇത് വേണം വെറൈറ്റി വേണം എന്നൊക്കെ ഞാൻ ഉണ്ടാക്കി തരുന്നുണ്ടെന്ന് പറയാണ്. രേവതി പറഞ്ഞു, അതെ ഞാൻ കാരണം നിങ്ങൾ രണ്ടുപേരും ഇനി അടി ഉണ്ടാക്കണമെന്ന് പറയാണ്. പെട്ടെന്ന് രേവതി ചോദിച്ചു, അല്ല ഡബി സ്റ്റുഡിയോ അല്ലേ ജോലി ചെയ്യുന്നത്, എങ്ങനെ ഡബ് ചെയ്യുന്നത്? ഞാൻ ഇതിലായിട്ടോ അതിനെ കണ്ടിട്ടില്ല, അതെങ്ങനെയാന്ന് ചോദിക്കണം. അതോ ചേച്ചി കാണണമെന്ന് ചോദിക്കണം. വാ, ഞാൻ അതൊക്കെ ഞാൻ കാണിച്ചു തരാം, പരിചയപ്പെടുത്തി തരാമെന്ന് വേണം. അല്ല, ഇത് കഴിച്ചിട്ട് അതൊക്കെ നമുക്ക് വന്നിട്ട് കഴിക്കാൻ ചേച്ചി, ഇങ്ങോട്ട് വരാനും പറഞ്ഞ് രേവതിനെ കൂട്ടിക്കൊണ്ട് അകത്തേക്ക് പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.